നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. രാഹുൽ മാക്കൂട്ടത്തിൽ MLAക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. രാഹുലിനെ മാറ്റി നിർത്തരുത് എന്ന് ഷാഫി പറമ്പിൽ MPയും ഒരു വിഭാഗം നേതാക്കളും ആവശ്യപ്പെടുന്നു. പക്ഷേ അത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും ഭയക്കുന്നു. MLAക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതര ആരോപണങ്ങളാണ് എന്ന് ഒരു വിഭാഗം പറയുന്നു. രാഹുലിനെ സസ്പെൻഡ് ചെയ്ത നടപടി സ്വാഗതാർഹമാണെന്ന് മറ്റൊരു വിഭാഗം. ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾ നിലനിൽക്കെ സ്ത്രീകൾക്ക് ഒപ്പം എന്ന നിലപാട് വേണം കോൺഗ്രസിന് എന്ന് ചിലർ. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ചിലർ. രാഹുലിനെ സംരക്ഷിക്കണമെന്ന് മറ്റു ചിലർ. ഇനിയും സംരക്ഷിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് വേറെ കുറേ പേർ. രാഹുൽ കേസിൽ കോൺഗ്രസ് പൊതുനിലപാടിലെത്തുമോ? സംരക്ഷിക്കാനാകുമോ കോൺഗ്രസിന് രാഹുലിനെ? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യം ചേരുന്നത് അനിയൻകുട്ടൻ കേൾക്കാമോ? അനിയൻകുട്ടൻ പത്തനംതിട്ടയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. അനിയൻകുട്ടൻ കേൾക്കാമോ? എന്താണ് ഈ കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ അനിയൻകുട്ട? മാങ്കൂട്ടത്തിന്റെ കാര്യം അങ്ങൊരു കോൺഗ്രസ് അനുഭാവിയാണ്. ഒത്തിരിയായി വിളിച്ചിട്ട് അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചില്ലേ? ഇല്ല, ഒത്തിരിയായി, ഒരു മാസത്തോളം അടുത്തായി. അല്ല, അങ്ങ് ഈ കഴിഞ്ഞിടയ്ക്ക് ഇത് കിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് അങ്ങ് കൃത്യമായി ഓർമ്മയില്ല. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിരുന്നല്ലേ? കഴിഞ്ഞ ദിവസമല്ലേ അങ്ങ് എന്നെ വിളിച്ച് പറഞ്ഞത് ഇത് കിട്ടിത്തുടങ്ങി, അവിടെ ചില ദിവസം കിട്ടിയിരുന്നില്ല. അപ്പോൾ അങ്ങക്ക് എന്ത് തോന്നുന്നു, ഇത് കോൺഗ്രസിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ? മാങ്കൂട്ടത്തിന്റെ കാര്യത്തില് ഒരു വലിയ ഭിന്നിപ്പായിട്ടൊന്നും കാണാനില്ല. പക്ഷെ അവരെടുത്ത ഒരു തീരുമാനം കറക്റ്റ് തീരുമാനമാണ്. ഇടിപിടിയും തന്നെ കൊല്ലിയാമിരുന്ന പോലുള്ള പരിപാടി അവരെടുത്ത് ഒരു ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാലും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകാം. ശരി, അപ്പം നമുക്കിന്ന് കുറച്ചധികം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് വരാം. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരും. ശ്രീനിവാസൻ, ഒറ്റക്കെട്ടായ ഒരു തീരുമാനമാണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്ന് കരുതാനാകുമോ? ഒരു ഒറ്റപ്പെട്ട പ്രശ്നമൊന്നുമില്ല. രാഹുൽ നിരപരാധിയാണ്, അത് യാതൊരു സംശയം വേണ്ട. അങ്ങനെയാണെങ്കിൽ മുകേഷിനൊക്കെ എത്ര പ്രാവശ്യം അറസ്റ്റ് ചെയ്യണം? ശരി, അങ്ങനെ ടെലിഫോൺ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ദിവാകരൻ കൂടി തലശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദിവാകരൻ, ഇതിൽ പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നു. അവസാനം ഇത് എവിടേക്ക് എത്തും എന്നാണ് ശ്രീ ദിവാകരൻ കരുതുന്നത്? അദ്ദേഹത്തിനെ കൊണ്ടുള്ള അതിശയമല്ല സാറേ സ്ത്രീകൾ ഇരകള് പറഞ്ഞത്? അത് പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞാല് ഒന്ന് പിന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അതായത് പിന്നെ ഓഡിയോ ക്ലിപ്പ് അത് ജനങ്ങൾ എല്ലാ ചാനലിലും പറഞ്ഞത് ആ കുട്ടീന്റെ ഇരേന്റെ സംസാരം ഇദ്ദേഹം പ്രതികരിക്കുന്നതും അതിൽ കാണുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഞാൻ ചോദിക്കുന്നത്, ഈ കോൺഗ്രസിൽ ഒരു ഒറ്റക്കെട്ടായ ഒരു അഭിപ്രായം ഉണ്ടാകുമോ ഈ വിഷയത്തിൽ? അതന്നെ, അതെ, യൂണിറ്റി സ്ട്രെങ്ത് അവർക്ക് ഇനി ഭരണം കൈപ്പറ്റിക്കലല്ലേ ഒറ്റക്കെട്ടായി. ഓക്കെ, രതീഷ് എന്നോടൊപ്പം ചേരുന്ന എറണാകുളത്താണ്. രതീഷ്, ഈ ഭിന്നാഭിപ്രായങ്ങളെല്ലാം കൂടി പിന്നെ ഒരു ഏകസ്വരത്തിലേക്ക് വരുമോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ? അതോ ഇത് പ്രതിസന്ധി ആവുമോ കോൺഗ്രസിന്? പ്രതിസന്ധിയാവാൻ യാതൊരു ലക്ഷണങ്ങളുമില്ല. കാരണം ഇത് കോൺഗ്രസില് എല്ലാ കാലത്തും ഒരു വിഷയത്തിലും ഒരുമിച്ചൊരു യോജിപ്പ് ഉണ്ടായ ചരിത്രമില്ല. ഉണ്ടോ? അത് പെണ്ണ് കേസിൽ നിന്നല്ല, ഒരു കേസിലും അവരൊരിക്കലും ഒരുമിച്ച് ഒരു നിലപാടെടുക്കാൻ അവർക്ക് ഇന്നവരെ സാധിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. കാരണം ഗ്രൂപ്പ് വിവാഹ കളികളും അവർക്ക് ഇതൊരു സ്വാഭാവിക കാര്യമായി കണ്ടാൽ മതി എന്നാണ് അല്ലേ? അവർക്ക് ഉള്ളിൽ തന്നെ അവർക്ക് പ്രതിപക്ഷമുണ്ട്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീ മുഹമ്മദ് എന്നോടൊപ്പം മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മുഹമ്മദ്, ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിനെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? ശ്രീ മുഹമ്മദ്. നമസ്കാരം സാറേ. നമസ്കാരം. എങ്ങനെയായാലും പോലെ ബാധിക്കും. കാരണം എന്താ വെച്ചാൽ അവര് ഇങ്ങനെ TV തുറന്ന പഴയ കാലത്ത് ഒരു 8-9 കൊല്ലം മുമ്പ് കുട്ടികളൊക്കെയാണ് TV തുറക്കാൻ പറ്റൂലായിരുന്നു. ഇപ്പോഴും TV തുറന്നാൽ കഥയായതുകൊണ്ടാണ്. പക്ഷേ TV-യിൽ വാർത്തകൾ വന്നതുകൊണ്ടോ ഒന്നും തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കില്ല എന്ന് പലപ്പോഴും പല നേതാക്കളും പറയാറുണ്ട്. ഓക്കെ, സുബൈർ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്നാണ് ചേരുന്നത്.
സുബൈർ കാക്കൂർ എന്നല്ലേ വിളിക്കുന്നത്? കാട്ടൂർ. കാട്ടൂർ. അപ്പം സുബൈർ UDF അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ അനുകൂലിച്ച് 2-3 തവണ എന്നോട് പ്രതികരിച്ചു. അപ്പോൾ പക്ഷേ കോൺഗ്രസിനകത്തൊരു അഭിപ്രായ ഐക്യമുണ്ടോ സുബൈർ ഈ കാര്യത്തിൽ? അതിപ്പോ കോൺഗ്രസിന്റെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണല്ലോ ബാക്കിയുള്ളവരൊക്കെ ഓടിച്ചാടി കയറുന്നത്. മറ്റേ പാർട്ടിയില് ഈ LDF പിണറായിയുടെ പാർട്ടിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തല ഉണ്ടാവില്ല. അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഇവിടെ ഈ സ്വാതന്ത്ര്യമുണ്ട്, അത് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നതാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണോ? ദുരുപയോഗം ഒന്നുമില്ല, അത് അവരുടെ അവകാശമാണ്, പറയാനുള്ളവർക്ക് പറയട്ടെ അല്ലേ? പറയട്ടെ, അതാണ് അവകാശങ്ങൾ പറയാനുള്ളൂ. ഏതായാലും ഇത് പക്ഷെ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഏതാണ്ട് ഒരു കൺസെൻസസിൽ എത്തും. തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാല് അന്ന് സരിതനെ കൊണ്ട് ഇറക്കിയവര്, എന്നിട്ട് എന്തുണ്ടായി? ആ ഉമ്മൻചാണ്ടിനെ ക്രോഷിച്ചിട്ട് അതിക്ക് മുമ്പ് അഞ്ച് സരിത പോയിട്ട് ഗണേശനെ കൊണ്ടുപോയിട്ട് 5 പേജ് വേറെ എഴുതി കൂട്ടി. എന്നിട്ടാണ് ഉണ്ടായത്. ഹലോ, യെസ്, വ്യക്തമാണ്, കൃത്യമാണ്. അപ്പോൾ എന്നോടൊപ്പം സൂപ്പി ഉണ്ട് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, നമുക്കിന്ന് ധാരാളം പ്രേക്ഷകരുള്ളത് കൊണ്ടാണ്. ശ്രീ സൂപ്പി എന്ത് കരുതുന്നു? ഈ കോൺഗ്രസിനകത്ത് ഉള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സ്വാഭാവികമാണോ, അതോ ഇതൊക്കെ കൂടെ സംഗതിയെല്ലാം ആകെ കുളമാക്കി ഇത് ഇല്ലാതാക്കുന്ന ഒരു രീതിയാണോ വരുന്നത്? എന്താ തോന്നുന്നത്? ഞാൻ വിളിക്കുമ്പോൾ മാത്രമാണ് അത് പറഞ്ഞ കേൾക്കുന്നുള്ളൂ. അത് ഒരു കുറെ പ്രേക്ഷകരുണ്ട് എന്നുള്ളത് എന്നും ഞാനത് കേൾക്കുന്ന ഒരു പല്ലവിയാണ്. അത് ഞാനത് കണക്കിലെടുക്കുന്നില്ല. സാറല്ലേ മനസ്സാറിനെ ഞാൻ പ്രത്യേകം ഒരു സ്നേഹിക്കുന്ന ഒരു വ്യത്യാസമുണ്ട്. അതൊക്കെ ഞാൻ സമ്മതിച്ചതേ. അതിലൊന്നും എനിക്ക് ചില ദിവസങ്ങളിൽ ലൈനിലിങ്ങനെ ആളുകൾ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരല്ലേ, അങ്ങേക്ക് അറിയില്ല അങ്ങയോട് ഞാൻ എത്രമാത്രം സംസാരിക്കുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ വീട്ടുകാര്യങ്ങൾ, നാട്ടുകാര്യങ്ങൾ, വെള്ളമുണ്ടെങ്കിലെ കാര്യങ്ങൾ, അങ്ങ് പള്ളിയിൽ പോകുന്ന കാര്യങ്ങൾ, അവിടെ സമയം അധികം ചെലവഴിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ? ചില ദിവസങ്ങളിലൊക്കെ ഒരിത് വേണ്ടേ സൂപ്പി? അതെ അതെ, എന്റെ അഭിപ്രായത്തില് പിന്നെ ഈ ഇതുണ്ടല്ലോ രാഹുൽ ഷാഫി പറമ്പിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കുന്ന പറയുന്നത്. എന്തുകൊണ്ട് ഇദ്ദേഹം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് കിട്ടി. കാരണം വയനാട് ജില്ലയിലെ ഒരുപാട് നേതാക്കന്മാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട് കോൺഗ്രസിന്റെ. ഞാൻ CPM-ന്റെ ആളാണ്, കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത്. പക്ഷെ അത് നിർബന്ധമായും അത് ഇലക്ഷൻ തന്നെ ചെയ്യും. ശരി, വ്യക്തമാണ്. അപ്പൊ ഗൗതം കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ഗൗതം, ഹലോ. ഗൗതം അല്ലേ എന്നോട് സിവിൽ എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞത്? അല്ല. ഗൗതം എന്ത് ചെയ്യുന്നു? ഞാൻ ദുബായിൽ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ദുബായിൽ നിന്ന് നാട്ടിൽ വന്നു. അപ്പോൾ കാസർഗോഡ് എവിടെയാണ് ഗൗതമിൻ്റെ വീട്? കാസർഗോഡ് ടൗണിലാണെന്ന് എന്നോട് പറഞ്ഞു. ഓക്കെ, എനിക്ക് യെസ് മനസ്സിലായി. കാസർഗോഡ് ടൗണിൽ തന്നെയാണ്. ദുബായിൽ നിന്ന് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ ഈ കോലാഹലങ്ങളൊക്കെ കാണുമ്പോൾ പ്രവാസികളായ സുഹൃത്തുക്കളൊക്കെ എന്താ പറയുന്നത് ഗൗതം? ഇത് എന്തിലേക്ക് അവസാനിക്കുമെന്നാണ്? ഹലോ മനു, ഇത് കോൺഗ്രസിൽ ഇപ്പോൾ തമ്മിലടി തന്നെയല്ലേ ഇത് സംഭവിക്കുന്നത്? ഓരോരോ നേതാക്കൾ ഓരോരോ അഭിപ്രായമല്ലേ പറയുന്നത്. തീർച്ചയായും ആ പാർട്ടിയുടെ ഇത് തമ്മിലടി തന്നെയാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിനെക്കാട്ടിയും വലിയൊരു തമ്മിലടി നമ്മൾ കാണാൻ പോകുന്നത് തന്നെ. നോക്കാം ഏതായാലും. അപ്പോൾ എന്നോടൊപ്പം ജയകുമാർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, അങ്ങ് കോൺഗ്രസ്സുകാരനാണ്, അതെനിക്കറിയാം. ഇപ്പോൾ ആളുകളൊക്കെ നിങ്ങളിങ്ങനെ തമ്മിലടിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അതൊക്കെ ഒറ്റക്കെട്ടാവുമോ? ഈ അഭിപ്രായത്തിലൊക്കെ ഒരു ഭിന്നത വരുമോ? അതോ ഈ രാഹുൽ പ്രശ്നം ഒരു തലവേദനയാകുമോ? അതോ ഈ രാഹുൽ പ്രശ്നത്തിനെ അതിജീവിച്ച് ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നേറുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഓക്കെ, യെസ്, എനിക്ക് തോന്നുന്നു ശ്രീ ജയകുമാർ ടെലിഫോണിൽ എന്തോ പ്രശ്നം. ശ്രീ ശ്രീനിവാസൻ തിരുവനന്തപുരം തോന്നുന്നു ചേരുന്നു. ശ്രീനിവാസൻ. ഹലോ. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല, ഒറ്റക്കെട്ടായുള്ള നീക്കമാണ്. ഒറ്റക്കെട്ടായി നിയമസഭയിൽ രാഹുൽ എത്തും, ഞങ്ങൾ സംരക്ഷിക്കും. മുകേഷിനെ സംരക്ഷിക്കുന്നില്ലേ? FIR ഇട്ട കേസ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ സംരക്ഷിക്കാൻ? മുകേഷ് അങ്ങനെയാണ്, ഒരാൾക്ക് പീഡിപ്പിച്ചാൽ മറ്റേയാൾക്കും പീഡിപ്പിക്കാമെന്നാണോ? അതല്ല, അത് എല്ലാവരും അദ്ദേഹം നിരപരാധിയായതുകൊണ്ട് ഇദ്ദേഹവും നിരപരാധിയായെന്നാണോ? അതെ, അത് നിരപരാധി തന്നെയാ. ഇതുവരെ ഒരു കേസ് പോലും ഇല്ല. എന്നിട്ട് പിന്നെ കേസുണ്ടോ ഈ പാത്ര കച്ചവടക്കാരെ പോലെ പാത്രം വെക്കാണ്ടോ? അതുപോലെ എന്തിനാ നാണാവില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് പോത്തങ്കോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഹാപ്പി ഓണം. ഓണമൊക്കെ ആഘോഷം തുടങ്ങിയോ? ശ്രീ ഉണ്ണികൃഷ്ണൻ കേൾക്കാമോ? എനിക്ക് തോന്നുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ പറ്റി. കേൾക്കാമോ? ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? സാറിന് അറിയില്ലേ? എന്റെ അവസ്ഥ അറിയില്ലേ? അതറിയാം. അല്ല, അത് എനിക്ക് അന്ന് അറിഞ്ഞു. വീട്ടിലൊരു
മരം വീണതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയും കഷ്ടപ്പാടും ഒക്കെ എനിക്ക് അറിഞ്ഞു. അപ്പം ഇനിയും അതിൻ്റെ പൈസയൊന്നും കിട്ടിയില്ലേ? എവിടെ ഒന്നും ആയില്ലെന്നേ. നമ്മൾ ആ അവസ്ഥയിലാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനകത്തിട്ട് എന്താ ആഘോഷിക്കാനാ? ശരിയാ. പക്ഷേ കാണം വിറ്റും ഓണം കൊണ്ടണം എന്ന് അതുണ്ടാവും. ഇതിപ്പം നമുക്ക് മേൽക്കൂരയില്ലെങ്കിലും നമ്മളെ താഴോട്ടുള്ള കാര്യങ്ങളെല്ലാം ഒക്കെ ആയിട്ട് നമ്മൾ നടത്തും. ഞങ്ങളിവിടെ ഓണാഘോഷം, ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഓണാഘോഷമായിരുന്നു കേട്ടോ. നമ്മുടെ ന്യൂസ് 18 ഞാനിത് കാണുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ ഓണാഘോഷമായിരുന്നു. പലവിധ മത്സരങ്ങൾ നടന്നു. നമ്മുടെ കിരൺ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള ഞാനൊക്കെ ഉൾപ്പെട്ട ബി ടീം വലിയ മുന്നേറ്റം നടത്തി. കിരൺ ബാബു കസേര കളിയിൽ ഇത് കേൾക്കുന്നോ? കസേര കളിയിൽ കിരൺ ബാബു 1ാം സ്ഥാനത്തെത്തി. ഞാന് 10-20 കൊല്ലം വടംവലിയുടെ ആശാനായിരുന്നു. കിരൺ ബാബു വടംവലിയിൽ ജയിച്ചെന്നാ എനിക്ക് തോന്നുന്നത്. ഞാന് വടംവലിയുടെ ആശാനായിരുന്നു ഇവിടുത്തെ. അതെയാ? അതെ, എന്റെ ശിഷ്യന്മാരാണ് ഇപ്പൊ വലിക്കാൻ പോണത്. അങ്ങനെയെങ്കിൽ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിനെ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബി ടീമിന്റെ ഒരു ഗസ്റ്റ് പ്ലെയർ ആയിട്ട് ഇവിടെ വിളിച്ചേനെ. ഞാൻ അടുത്ത ഓണത്തിന് നമുക്ക് വിളിക്കാം കേട്ടോ. നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞുതരാം. ആണല്ലേ? പറഞ്ഞുതരാം. പിന്നെ നമ്മളെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ദിവസം മുമ്പൊക്കെ വിളിച്ചിട്ട് മാവർക്കാൻ പോലും പറ്റിയില്ല. എന്നാണ് ഇപ്പൊ വിശേഷങ്ങൾ ചോദിച്ചത്. ഓണത്തിന് എന്തായാലും ഞാൻ വിളിക്കുമ്പോ എനിക്കൊരു കടങ്കഥ ചോദിക്കാണ്ട് അതിന്റെ ഉത്തരം പറഞ്ഞു തരണം. ഞാൻ ചോദിക്കും അന്ന് ഓണത്തിന് നമ്മള് പൊതുവേദിയിൽ വിളിക്കുമ്പോ. ശരി. ഞാൻ തുടക്കമിടാം. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയുള്ള വിഷയത്തിലോട്ട് കിടക്കും. നമുക്ക് ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് പറയുമ്പോ ഇതിപ്പോ ഒരുപാടായി. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോ ഇതിങ്ങനെ കയറി വന്നോണ്ടിരിക്കുന്നത്. ബുദ്ധിയുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ, ബുദ്ധിയും വിവരമുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷവും BJP-കാരന്മാരും ഇവനെ തടയാനോ ഇവനെതിരെ സമരം ചെയ്യാനോ ഇവനെ രാജിവെപ്പിക്കാനോ ഇറങ്ങരുത്. അതാണ് അവർ ചിന്തിക്കേണ്ടത്. ബുദ്ധിയുള്ളവന്മാരാണെങ്കിൽ ഇതെല്ലാം കൂടി ഇലക്ഷന് കൊണ്ടുപോകും. ഇവര് നാണം കെടും. അതല്ലെങ്കിൽ ഇവനെ എല്ലാ സ്ഥാനത്തു നിന്നും മാന്യമായി പുറത്താക്കി ഇവനിപ്പോ കൊടുക്കുന്ന സംരക്ഷണം ഒന്നും കൊടുക്കാതെ ഇവനെ മാറ്റി നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഇത് നാറി നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയിൽ വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളാരും വിചാരിക്കുന്നത് പോലെയല്ല. ഓരോ നേതാക്കന്മാര് ജയിച്ചൊരു MLA മന്ത്രിയൊക്കെ ആയി വരുന്നത് നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടിയാണ്. നമ്മുടെ സമയം ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമാണ് താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഓണാഘോഷമൊക്കെ വേണം. ഓണത്തിൽ പിന്തിരിയരുത്. അപ്പോൾ ഈ പ്രയാസമൊക്കെ എനിക്കറിയാം. അത് ശരിയാണ്. അങ്ങ് പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഏതായാലും പക്ഷേ നമുക്ക് ഓണം നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാനപ്പെട്ട ദിനമാണ്. അന്ന് മാറി നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ആൻ്റണി എന്നോടൊപ്പം ഉണ്ട്. ആൻ്റണി, ഹലോ. ശ്രീ ആൻ്റണി തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പട്ടത്തുനിന്നാ. പട്ടത്തുനിന്ന് വെച്ചാൽ നഗരത്തിന്റെ ഹൃദയഭാഗത്തു നിന്നാണ്. ശ്രീ ആൻ്റണിക്ക് എന്ത് തോന്നുന്നു? TV ശ്രദ്ധിക്കരുത്, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. TV-യിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിക്കണം. ആൻ്റണി, ശ്രദ്ധിക്കത്തില്ല. ശ്രീ ആൻ്റണി എന്താ ചെയ്യുന്നത്? എന്താ? ഞാൻ റിട്ടയർഡാണ്. റിട്ടയർ ചെയ്തു? UDF അനുഭാവിയാണോ? ഞാൻ UDF അനുഭാവിയാണ്. എനിക്ക് കണ്ടോ, ശബ്ദം കേട്ടാൽ ചില ആളുകളെ മനസ്സിലാവും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഞാൻ അങ്ങേ കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് അങ്ങയുടെ ചരിത്രമൊന്നും അറിയില്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ശ്രീ ആൻ്റണി എന്ത് ധരിക്കുന്നത്? എന്താണ് ഈ കോൺഗ്രസിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നതയുണ്ടോ? അത് കോൺഗ്രസിലെ രാഹുൽ വിഷയത്തിൽ എല്ലാവർക്കും ഒറ്റ അഭിപ്രായമാണ്? നമ്മുടെ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ, നയനാര് പറഞ്ഞ പോലെ, പെണ്ണ് എവിടെയുണ്ടോ അവിടെ വാണിഭം ഉണ്ടെന്ന് പറഞ്ഞ പോലെ, ഇതൊക്കെ ഇതിന്റെ കൂടെ ഉള്ളത് തന്നെ. ഇതൊന്നും വലിയതായിട്ട് ഊതി വീർപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇത് വാണിഭമല്ല, ഇത് വലിയ കാര്യമല്ലെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങ് കേൾക്കുന്നില്ല. അങ്ങക്ക് എന്നോട് ടെലിഫോണിലല്ല സംസാരിക്കുന്നത്, അങ്ങ് TV-യിലേക്ക് സംസാരിക്കുമ്പോൾ വരുന്ന ഡിലേ ആണ്. ശരി, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കും. ജയകുമാർ തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ചേർന്നു. ശ്രീ ജയകുമാറിന്റെ ഫോൺ ആദ്യം കട്ടായി പോയിരുന്നു അല്ലേ? നമസ്കാരം സാറേ. നമസ്കാരം. ഓണാഘോഷമൊക്കെ തുടങ്ങിയോ ശ്രീ ജയകുമാർ? തുടങ്ങി സാറേ, തുടങ്ങി. എങ്ങനെ പായസമൊക്കെ ഉണ്ടോ? ഒന്ന് ഇപ്പൊ കഴിച്ചോണ്ടിരുന്നേ ഉള്ളൂ. ഞങ്ങളും ഇപ്പൊ ഇവിടെയൊക്കെ ഓണമൊക്കെ ആഘോഷിച്ച് അറിഞ്ഞു സാറേ. മറ്റേ നമ്മളെ സാറിന് ഫസ്റ്റ് സീറ്റ് എന്നൊക്കെ പറഞ്ഞറിഞ്ഞു. നമ്മുടെ വടംവലിയും കസേരകളി മത്സരവും ഒക്കെ നടത്തി. നമ്മുടെ ആങ്കർ രേണുകയും കിരൺ ബാബുവും ഒക്കെ വൻ വിജയം നേടിയെന്നാണ് പറയുന്നത്. അവരൊക്കെ ഞങ്ങളുടെ ടീമിലുള്ളവരാണ്, എന്റെ ടീമിലുള്ളവരാണ്. സാറേ, ഞാൻ നേരത്തെ വിളിച്ച് ഓൾറെഡി നിന്നപ്പോഴത്തേക്ക് എനിക്ക് മോൾ ഇന്നലെ ഇവിടുന്ന് 11 മണിയായപ്പോ ഓസ്ട്രേലിയക്ക് പോയി.
അവൾ അവിടെ ചെന്ന് ഇറങ്ങി ഉടൻ തന്നെ വിളിക്കണമെന്ന് ഇവിടുന്ന് പറഞ്ഞു വിട്ടോണ്ട് ഇറങ്ങി ഉടൻ തന്നെ വിളിച്ചു. അപ്പൊ ആ കോൾ വന്നപ്പോൾ ഞാൻ ഇതാണ് കട്ട് ചെയ്തു. അത് നല്ലതാ മോള്. അതാണ് വീണ്ടും വിളിച്ചത്. അപ്പോൾ മക്കളൊക്കെ ഇത്തവണ ഓസ്ട്രേലിയയിലാണ് ഓണം ആഘോഷിക്കുന്നത് അല്ലേ? അതെ, അവള് മെനങ്ങാന്ന് വന്ന ഓഫീസ് സംബന്ധമായിട്ട് വന്നിട്ട് അവള് ഇന്നലെ രാത്രിയാണ് പോയി. ഒരു ദിവസത്തേക്കേ ഉള്ളായിരുന്നു. അപ്പോൾ അവരെയൊക്കെ നമ്മുടെ പൊതുവേദിയുടെ ആശംസകളൊക്കെ അറിയിക്കണം അവരങ്ങോട്ട് പോയ സ്ഥിതിക്ക്. അപ്പോൾ എന്താണ് ശ്രീ ജയകുമാർ, നിങ്ങൾ ഈ കോൺഗ്രസ്സുകാർ എന്ത് ചെയ്യും? മാധ്യമങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച ആളുകളെയൊക്കെ തേടി ക്രൈംബ്രാഞ്ച് ഇറങ്ങുകയാണ്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതും കൂടി അന്വേഷിക്കും. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ ഉള്ള പരാതി. ഈ ശബ്ദ സന്ദേശം രാഹുലിൻ്റെതാണോ എന്ന് ശാസ്ത്രീയ പരിശോധന നടത്തും. ഇങ്ങനെ പോലീസും ക്രൈംബ്രാഞ്ചും ഒരു വഴിക്ക് പോകുന്നു. അപ്പോഴാണ് മറുവശത്ത് കോൺഗ്രസിന് ഇതിലൊരു ഏകാഭിപ്രായം ഇല്ലേ ഈ വിഷയത്തിൽ? ഒരു സെക്കൻഡ് എനിക്ക് തന്നാ മതി സാറേ. ഇപ്പൊ ഏതായാലും ഒരു ഏകാഭിപ്രായത്തിൽ എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്. കാരണം ഉടനെ തന്നെ രാഹുലിനെ തിരിച്ചെടുക്കും. വനിതകൾ അടക്കമുള്ളവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് കാരണം ഇതാണ്, ഉടനെ തന്നെ എടുക്കും പറയാൻ കാരണം ഇതാണ്. ഈ പരാതി അമ്മിയൊത്താണ്ട് നടക്കുമ്പോലെ പരാതി ഉണ്ടോ എന്ന് കേട്ട് സർക്കാരും മാധ്യമങ്ങളും കുറെ ആൾക്കാർ പുറകെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു പരാതി എടുക്കട്ടെ, എവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് ഒരു പരാതി എടുക്കട്ടെ. പുള്ളി ജാമ്യം ഇറങ്ങി നിൽക്കാം, ജാമ്യത്തിൽ ഇറങ്ങാമല്ലോ. ജാമ്യം കിട്ടുകയാണെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങും. എന്നിട്ട് പുള്ളി കേസ് വരുമ്പോ മുകേഷും നേരിടും പോലെ നേരിടാന്നാണ് ഉദ്ദേശം. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് പുള്ളി എന്താ നിങ്ങൾ ഈ ആദ്യം പറഞ്ഞത് കോൺഗ്രസ് മാതൃകയാകും എന്നൊക്കെ പറഞ്ഞത്, അപ്പൊ അതൊക്കെ ഇപ്പൊ തിരിച്ചടിയാവില്ലേ? മാറുകയാണ് സാർ ചോദിച്ചതിന് സമാനമായ മാതൃകയാണ്. ആദ്യം അയാൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തുനിന്ന് മാറ്റി, രണ്ടാമത് ഇതിൽ നിന്ന് മാറ്റി നിർത്തി. പിന്നെ ഇത് എടുക്കാൻ കാരണം ഇപ്പൊ വരുന്ന ന്യൂസ് കംപ്ലീറ്റ് അങ്ങോട്ട് ചെന്ന് പരാതി ഉണ്ടോ ചോദിച്ച് നടക്കണുണ്ട്. എന്നാൽ പിന്നെ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. അതാണ് അവസാനത്തെ തീരുമാനം, എടുത്തേക്കുന്ന തീരുമാനം. പിന്നെ എന്നുള്ളത് പുള്ളി എന്തായാലും അസംബ്ലി ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മുകേഷിനെ കോഴി എന്നുള്ള കൂവി വിളിക്കാനും ഈ അദ്ദേഹത്തിന്റെ ശശീന്ദ്രനെ പൂച്ചാനെ മേന്നാക്കി പരിഹസിക്കാനുമാണ് ഇപ്പൊ യുവ നേതാക്കന്മാർ അതിനകത്ത് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾ മൊത്തത്തിൽ തയ്യാറെടുത്ത് തന്നെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെ അല്ലേ? സാർ ഇത് നോക്കിക്കൊള്ളണം. കാരണം എന്താ വെച്ചാല് ഒരു വ്യക്തിക്ക് മാത്രം ഞാൻ ഒരു കാര്യം സാറിന് സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം. നിങ്ങളിത് ഇന്ന് 8ാമത്തെ ദിവസമാണ് ഈ ചർച്ച. 7 ദിവസത്തെ ചർച്ചയെടുത്ത് നോക്കുമ്പോൾ വിളിച്ച പ്രേക്ഷകരിൽ 80% പേരും ഈ ഇതിനെതിരാണ് സംസാരിച്ചത്. വിളിച്ച സ്ത്രീകളിൽ 100%, ഒറ്റയാൾ പോലും ഇല്ലാതെ 100% ഇതിനെതിരാണ് സംസാരിച്ചത്. കാരണം രാഹുലിന്റെ അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. കാരണം വെച്ചാൽ അയാൾ ചെയ്ത ഫുൾ തെറ്റാണ്. നമ്മൾ അങ്ങേറ്റം അംഗീകരിക്കാൻ അയാളെ ഒരു കാരണവശാലും ആയിരിക്കില്ല. ഈ അയാളെ വെളിയിറങ്ങാൻ സമ്മതിക്കില്ല, അത് ചെയ്യാക്കൂല, ഇത് ചെയ്യാക്കൂല. അയാൾക്ക് നിയമം വഴി തടഞ്ഞിട്ടുണ്ടോ, കോടതി തടഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത്രയും ബലാത്കാരം ഒരു കാണിക്കുന്ന ഒരു തോന്നലാണ് ഇപ്പൊ ജനത്തിന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇയാളെ തിരിച്ചെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അല്ല, രാഹുൽ ചെയ്ത തെറ്റ് തന്നെ അങ്ങേറ്റം വരെ അത് തെറ്റാണ്. അതായത് കോടതിയിൽ പോയിട്ട് കേസുണ്ടല്ലോ, കോടതിയിൽ പോയിട്ട് തിരിച്ചിട്ട് വരട്ടെ. അപ്പോൾ വേണ്ട നടപടികൾ സ്വീകരിക്കും. ശരി, വ്യക്തമാണ്. അപ്പോൾ കോൺഗ്രസിന്റെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ നിങ്ങൾ ഒരു സമന്വയത്തിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, ശ്രീ ജയകുമാറിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ബാലകൃഷ്ണൻ വടകര ചേരുന്നുണ്ട്. അദ്ദേഹം ഒരു RSS അനുഭാവിയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, അപ്പോൾ അവരൊരു ധാരണയിലെത്തി. പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചു പോകേണ്ട ഗതികേടിലാണ് സർക്കാർ. അപ്പോൾ പരാതി വരുമ്പോൾ നോക്കാം. തൽക്കാലം ഇപ്പോൾ പല മുകേഷുണ്ട്, വേറെയും പല നേതാക്കൾ CPM-നകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാതൃകാപരമായ നീക്കം എടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വരുന്നത് നോക്കാം എന്നാണ്. അപ്പോൾ അത് ജനങ്ങൾ അംഗീകരിക്കുമോ? തെരഞ്ഞെടുപ്പിൽ അത് എന്ത് പ്രതിഫലനം ഉണ്ടാക്കും? ശ്രീ ബാലകൃഷ്ണൻ വടകര. സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ കേരളത്തിൽ വിജയിക്കണമെന്ന് പോയിട്ടുണ്ട്. പിന്നെ അല്ല, അത് അപ്പൊ പിന്നെ ആര് വിജയിക്കും? LDF തന്നെ. അങ്ങ് BJP-കാരനായിട്ട് LDF വിജയിക്കും എന്നുള്ള പ്രത്യാശ വെച്ച് നടക്കാമോ? അതുകൊണ്ടെന്താ, അത് ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്സുകാർ ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിക്ക് മറ്റൊരു കക്ഷിക്ക് വോട്ട് ചെയ്യും. അതെ, അല്ലാതെ അവർ ഇന്ത്യ മുന്നണിയല്ലേ. പരസ്പര അധികാരത്തിന് വേണ്ടിയിട്ടല്ലേ കോൺഗ്രസും CPM-ഉമായിട്ട് കേരളത്തില് രണ്ടാക്കും അധികാര പടമ്പലിന്റെ പേരിലല്ലേ രണ്ടാഴ്ച. അപ്പൊ ഇത് ഒരു വലിയ കേസല്ല എന്ന തരത്തിൽ അവർക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അല്ല, കേസ് ഇവർ ഒതുക്കി തീർക്കും സാർ. ഇവർ ഒരേ മുന്നണിയിലെ MLA-മാരല്ലേ സാർ. ഇവർ രണ്ടായിട്ട് ഇന്ത്യ രാജ്യമാണ് കാണേണ്ടത്. ഇന്ത്യ രാജ്യത്ത് ജനങ്ങളെ സംബന്ധിച്ച് ഒരു മുന്നണിയാണിത്, CPM-ഉം കോൺഗ്രസും. കേരളത്തിൽ അധികാര തർക്കത്തിന് വേണ്ടിയുള്ള ഒരു വടംവലി പൊതുജനത്തിനെ കഴുതയാക്കിക്കൊണ്ട്. പിന്നെ
പാലക്കാട് പബ്ലിക്കിനെ കോൺഗ്രസ് അങ്ങനെ വീറും വാശി പിടിച്ച് അവരെ വെറുപ്പിക്കുവാണെങ്കിൽ വെറുപ്പിക്കട്ടെ. നിങ്ങൾ BJP-ക്കാർ ഇദ്ദേഹത്തെ അവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ രംഗത്തുണ്ടല്ലോ. അത് പാലക്കാട് അവിടെ ഇറങ്ങി നോക്കണം. MLA-യുടെ ഔദ്യോഗിക പരിപാടിയിൽ അവിടെ പങ്കെടുത്ത് നോക്കണമെന്ന് മനസ്സിലാവണം. പല MP-മാരും ഒക്കെ ഈ കേസിലൊക്കെ പ്രതികളായപ്പോൾ നിങ്ങൾ ഈ നിലപാടൊന്നും കണ്ടില്ല. മറ്റേ പാർട്ടികൾക്ക് മാത്രം ഇത്തരം പ്രതികളായിക്കൂടാ തങ്ങൾക്കാകാവുന്ന നിലപാടാണോ? ഞാൻ പറയുന്നത് എന്താണെന്ന് ഏത് പാർട്ടിക്കാരനാ ഈ ശ്രീലംബടന്മാരെ ആരായാലും അവരെ വെളുപ്പിച്ച് കൊണ്ടുവരണം. വെരി ഗുഡ്. അതാണ് അങ്ങനെ നമ്മൾ പൊതുവേദിയിലെ പ്രേക്ഷകർ ചിന്തിച്ചു തുടങ്ങിയാൽ നമ്മുടെ പാർട്ടിക്കാർക്കും തിരുത്തേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങ് പറയുന്നത് ഏത് പാർട്ടി ആയിക്കോട്ടെ അത് ശരിയല്ല. സപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഏത് BJP MLA ആയിട്ട് ചെയ്തെങ്കിൽ ശരി, അത് വ്യക്തമാണ്, അതാണ് കൃത്യം. ഓക്കെ, അപ്പോൾ അജയ് കുമാർ കൂടി എന്നോടൊപ്പം ചേരുന്നത് ചങ്ങനാശ്ശേരി എന്നാണ്. ശ്രീ അജയ് കുമാർ, ഇത് കോൺഗ്രസ്സിന് അകത്ത് ഇത് ഗുരുതര ആരോപണമാണെന്ന് വാദിക്കുന്നവരുണ്ട്. സ്ത്രീപക്ഷവാദികളായിട്ടുള്ള വലിയ ഒരു ആൾക്കൂട്ടം കോൺഗ്രസ്സിനകത്തുണ്ട്. അതിൽ നമ്മുടെ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോൾ ഉസ്മാനുണ്ട്. ഇവരൊക്കെ പറയുന്നത് രാജിവെക്കണം എന്ന് തന്നെയാണ്. ഉമാ തോമസ് ഉണ്ട്. പക്ഷേ വേറൊരു വിഭാഗം ആളുകൾ പറയുന്നത് രാജിവെക്കേണ്ട കാര്യമില്ല എന്ന നിലപാടാണ്. അപ്പോൾ ഈ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുമോ അതോ പറഞ്ഞ് ശരിയാകുമോ? ശ്രീ മനു, ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തൊട്ടൊന്ന് കൃത്യമായിട്ട് കോൺഗ്രസിനെ മോണിറ്റർ ചെയ്താൽ കോൺഗ്രസിൽ പ്രബലമായ 2 ഗ്രൂപ്പുണ്ട്. AIU ഒന്നല്ല. ടെലിഫോൺ ശബ്ദം വളരെ പതിഞ്ഞതാണ്, കുറച്ചുകൂടി ഉറക്കെ പറയാമോ? ഈ കോൺഗ്രസിനുള്ളിൽ നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ തൊട്ട് ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിൽ 2 പ്രബലമായ ഗ്രൂപ്പുണ്ട്. അത് AIU ഒന്നുമല്ല. അത് പൊളിറ്റിക്കൽ ഇസ്ലാം നയിക്കുന്ന ഒരു ഗ്രൂപ്പും പരമ്പരാഗത കോൺഗ്രസുകാരുമായിട്ട് 2 ഗ്രൂപ്പുണ്ട് ഇതിനകത്ത്. ഇതിൽ ആരെ വിഴുങ്ങും എന്നുള്ളതാണ് ഈ നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിൽ വനിതാ വിഭാഗം എന്ന് പറയുന്ന നമ്മുടെ ഈ ബിന്ദു കൃഷ്ണ, ഷാനിമോൾ ഉസ്മാൻ, ഉമാ തോമസ്, പിന്നെ കേന്ദ്രമന്ത്രി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞില്ലേ പ്രൊഫസർ ആശ, അവർ രാഷ്ട്രീയത്തിലൊന്നുമില്ലെങ്കിൽ അവരൊക്കെ ഈ ചെറുപ്പക്കാരനെതിരെ കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു. അപ്പൊ ഇതൊന്നും കാണാതെ കോൺഗ്രസ് ഇതിനെ വളരെ നിസ്സാരമായിട്ട് കണ്ട് മുമ്പോട്ട് പോകുന്നത് വളരെ അപകടകരമാണത്. ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ അവർ വളർത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഒരു വല്ലാത്ത ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ശരിയല്ല. ഒരു രാഷ്ട്രീയത്തിന്റെ ഇതിൽ അത് ശരിയല്ല. അയാൾ തെറ്റുകാരനാണ്, ഉറപ്പാണ് തെറ്റുകാരനാണെന്നുള്ളത്. കാരണം ഇതുവരെ വന്നിരിക്കുന്ന നിങ്ങൾ മീഡിയകളിൽ കൂടി വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ തെറ്റുകാരൻ തന്നെയാണ്. അയാളെ നിയമത്തിന്റെ വഴിക്ക് വിടുക. നിങ്ങൾ എന്തിനാ അയാളെ സംരക്ഷിക്കാൻ പോകുന്നു? ഇത് നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് എടുക്കേണ്ട യാതൊരു കാര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്ര പേരുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, ഒന്നിനെ മറ്റൊന്നുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പിന്നെ കേരള ഗവൺമെന്റ് ചെയ്യേണ്ടത് ഇതിനോടകം വന്നിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഗവൺമെന്റ് ഇനിയും താമസിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടെ ഇതിനോടൊപ്പം മുൻപോട്ട് വെക്കുന്നു. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഇസ്മായിൽ എന്നോടൊപ്പം ചേരുന്ന എറണാകുളത്ത് നിന്നാണ്. ശ്രീ ഇസ്മായിൽ. ഇസ്മായിലിന് ഓക്കെ, എനിക്കൊരു ചെറിയ ഇടവേള വേണമെന്നാണ് പ്രവീൺ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം, പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇതൊക്കെ നിങ്ങളെ ചൂണ്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ രക്ഷപ്പെടുന്നത്. ഇത് നേരത്തെ CPM-കാർ ഇതുപോലെ വന്നപ്പോഴൊക്കെ അവരുടെ ആളുകളെ സംരക്ഷിച്ചു. അപ്പോൾ നിങ്ങളെ മാതൃകയാക്കിയാണ് കോൺഗ്രസ് ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇത് മാതൃക ഒരുക്കി കൊടുത്ത തെറ്റ് CPM-ന് ചുമക്കേണ്ടി വരില്ലേ? നമസ്കാരം. നല്ല തമാശാണത്. അങ്ങനെ കണ്ണുവാശ്രമത്തിലെ ശകുന്തളയ്ക്കതാകാമെങ്കിൽ എന്തുകൊണ്ട് പാവപ്പെട്ട മാളുവിനും ആയിക്കൂടാന്നൊരു ചോദ്യം കേട്ടിട്ടുണ്ടോ? അതുപോലെ ആയിപ്പോയി എന്നാണോ താങ്കൾ പറയുന്നത്? അങ്ങനെ ഒരു ന്യായമാണല്ലോ ഇപ്പൊ അവര് പറയുന്നത്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമാണ് അടൂര്. ആ അടൂരിൽ എന്ന പേരിന്, ആ സ്ഥലപ്പേരിന്റെ തന്നെ പേര് മോശമാക്കുന്ന രീതിയിലാണ് ശ്രീ അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം കേട്ടത്. അദ്ദേഹം പറഞ്ഞത് AI-യുടെ കാലമല്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യമല്ലേ എന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാധ്യമക്കാര് ഈ പുറത്തുവിട്ട കാര്യങ്ങളൊക്കെയും നിങ്ങൾ മാധ്യമക്കാരാണല്ലോ പുറത്തുവിട്ടല്ല, ഞങ്ങളാരും കണ്ടുപിടിച്ചതല്ലോ. അപ്പൊ അതനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു കഥയാണെന്നാണ് ഇപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഗർഭമായി പോകാമല്ലോ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഗർഭം എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ അബോർഷൻ ആകാമല്ലോ. അതുകൊണ്ട് അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ ചെയ്തത് ആർട്ടിഫിഷ്യൽ സസ്പെൻഷനാണ്. അവർ സസ്പെൻഡ് നിങ്ങൾ ഈ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കൊള്ളാം, പക്ഷെ നിങ്ങളെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. CPM ആദ്യം അവരുടെ MLA-മാരെ പുറത്താക്കട്ടെ, അവരുടെ ആളുകൾക്കെതിരെ നടപടിയെടുക്കട്ടെ, അത് കാണിച്ചിട്ട് ഞങ്ങളെ കുറ്റം പറ എന്ന് പറഞ്ഞ് ഇപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. നിങ്ങളെയാണ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ CPM എന്ന് പറയണത് 100% CPM ആൾക്കാരല്ലല്ലോ കേരളത്തിൽ ജീവിക്കുന്നേ. കേരളത്തിലെ സാമാന്യ ജനങ്ങളോട് അവരെന്ത് ഉത്തരവാ പറയുന്നത്? CPM-കാരോടല്ലല്ലോ ഉത്തരം പറയേണ്ടത്. കേരളത്തിലെ ജനങ്ങളോട് മൊത്തമായിട്ടല്ലേ ഉത്തരം പറയേണ്ടത്. കേരളത്തിലെ മൊത്തം ജനങ്ങളോട് ഉത്തരം പറയുമ്പോൾ CPM-കാരങ്ങനെ ചെയ്തുകൊണ്ട് ഞങ്ങളും ഇങ്ങനെ ചെയ്യുന്നു എന്നാണോ നാട്ടിലെ ജനങ്ങളോട് പറയുന്ന മറുപടി? അതെന്ത് തരം മറുപടിയാ? അതെ അതെന്ത് തരം മറുപടി? അത് ധാർഷ്ട്യമല്ലേ? ഇതാണ് അവർ പറയുന്നത്. അത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം. ഞാനിപ്പോ പറഞ്ഞത് അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാ. ഈ കോൺഗ്രസിലുള്ള അവരെ കുറ്റം പറയുന്നു, അവർ നിങ്ങളെ കുറ്റം പറയുന്നു, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നു. CPM-കാരോ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ കൊണ്ടുവന്ന ഒരു ആരോപണം അല്ലല്ലോ ഇത്. അല്ല, ആരോപണങ്ങളും മാധ്യമങ്ങൾ വഴിയല്ലേ ഇത് വരുന്നത്. നിങ്ങളുടെ MLA-ക്കെതിരെ ആരോപണം വന്നത് കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതല്ലോ, അത് നമ്മുടെ മാധ്യമങ്ങൾ വഴിയല്ലേ വന്നത്. ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ആദ്യത്തെ ചുമതല ഇവിടുത്തെ ഞങ്ങളെ പോലുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ പാർട്ടിക്കാർക്കും അല്ല, നിങ്ങൾ മാധ്യമങ്ങൾക്കാണ്. കാരണം നിങ്ങളെല്ലാം കണക്കാണ് എന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ ഇത് ചെയ്യുന്നത്. അല്ലല്ല, മാധ്യമങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്. അപ്പൊ മാധ്യമങ്ങൾക്ക് നേരെ വന്നതിന് മാധ്യമങ്ങൾ എന്ന് മറുപടി പറയാം. കൃത്രിമമായി ഉണ്ടാക്കിയെങ്കിൽ അത് മാധ്യമങ്ങൾ നേരിടുമായിരിക്കും, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ കുറച്ചു മുമ്പേ വിളിച്ച ജയകുമാർ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. തുറന്ന് സമ്മതിച്ചല്ലോ. പക്ഷെ ഞങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പുള്ളി അവർ പറഞ്ഞില്ലേ? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവര് അറ്റ്ലീസ്റ്റ് ഇത് തെറ്റ് പറ്റി, പക്ഷെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ തെറ്റ് പറ്റിയിട്ടില്ല, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റമാണത്. കേരളത്തിലെ ജനങ്ങളുടെ നേരെയുള്ള സാമാന്യ ബുദ്ധിക്കുള്ള നേരെയുള്ള കടന്നുകയറ്റമാണത്. അതെങ്ങനെ അനുവദിക്കുന്നത്? നിങ്ങളും കൂടി കുറ്റക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതങ്ങനെ അനുവദിക്കാൻ പറ്റില്ലല്ലോ. ശരി, ഓക്കെ, അതൊരു വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഞാൻ നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് ഇത് തിരക്കില്ലാത്തൊരു സംസാരിക്കാം. ബിനോയ് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബിനോയ്, അവരെ ചൂണ്ടി നിങ്ങളും നിങ്ങളെ ചൂണ്ടി അവരും പരസ്പരം ഇങ്ങനെ രക്ഷപ്പെടുകയാണ്. നമസ്കാരം. ഓടാഘോഷത്തിലാണോ? ഞങ്ങളെ അവരെ ചൂണ്ടിയൊന്നുമില്ല. ഞാൻ വിഷയത്തിന്റെ കാര്യം ഇപ്പൊ മനസ്സിലാക്കുന്ന കാരണം ഞാൻ ബീഹാർ പാട്നയിലാണ്. വോട്ടർ അധികാർ യാത്ര. അപ്പൊ അവിടെ ഇന്ന് മറ്റേ വോട്ടർ അധികാർ യാത്ര സമാപിച്ചു അല്ലേ? സമാപിച്ചിട്ട് ഇപ്പൊ ഒരു മണിക്കൂറായി. അപ്പൊ വോട്ടർ അധികാർ യാത്ര എന്ത് പ്രഭാവം ഉണ്ടാക്കുമെന്നാണ് ശ്രീ ബിനോയ് കരുതുന്നത്? അവിടെ ബീഹാറിൽ നിന്നൊരു ആള് പോയ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുക. നല്ല പ്രഭാവം ഉണ്ടാക്കും. ഇവിടെ 200 സീറ്റിൽ കൂടുതൽ ഇന്ത്യ ഗഠബന്ധൻ ഇന്ത്യ മുന്നണി ഇവിടെ 200 സീറ്റിൽ കൂടുതൽ ഞങ്ങൾ പിടിക്കും. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞു. ബിനോയ് സാധാരണ പറഞ്ഞ കണക്കുകൾ പലപ്പോഴും ശരിയായിട്ടുണ്ട്, നീക്കങ്ങളും രാഷ്ട്രീയത്തിൽ പല പ്രവചനങ്ങളും ശരിയായിട്ടുണ്ട്. പക്ഷെ ഇതൊരല്പം കടന്ന് ഒരു കയറ്റമായി പോയോ? 200 സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ കൂടിയാ? അല്ല മനു, 200 സീറ്റ് കൂടുതൽ പിടിക്കാൻ കാരണമേ ഞാനൊരു 2 വീക്സ് ആയിട്ട് ഇവിടെയുള്ള ഏകദേശം 35 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞാനും യൂത്ത് കോൺഗ്രസിന്റെ അവിടുത്തെ സംസ്ഥാന സെക്രട്ടറി ഹസൈനും ഫവാസും എല്ലാം പോയി. പക്ഷെ ഞങ്ങൾ പോയ സ്ഥലത്തെല്ലാം ജനങ്ങൾ അവിടുന്ന് കോൺഗ്രസ്സുകാരല്ല പറയുന്ന, RJD-ക്കാരല്ല, പൊതുജനം ഈ ഇപ്പോഴത്തെ ഭരിക്കുന്ന ഈ മുന്നണിയെ കൊണ്ട് NDA മുന്നണിയെ കൊണ്ട് അവർ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുക. അപ്പം ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കല്ല, ഞങ്ങൾ ഒരുപാട് മാധ്യമ പ്രവർത്തകരെ കണ്ട്, ന്യൂസ് 18 ഉൾപ്പെടെ ആളുകളെ കണ്ട്. നിങ്ങൾ നോർത്തിൽ നല്ല കണക്ക് ഇതുള്ള സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ്, നല്ല വ്യൂവേഴ്സ് ഉള്ള ചാനലാണ്. അപ്പം ഒരുപാട് പേര് ബീഹാർ, ഉത്തരാഖണ്ഡ് ഒക്കെ നല്ല വ്യൂവർഷിപ്പ് ഉള്ള ചാനലുകളാണ് അവിടെ, നല്ല വ്യൂവർഷിപ്പ് ഉള്ള. അപ്പൊ ഇന്ത്യയിലെ ഒരു മാറ്റം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എന്നെക്കായി അറിയാൻ പറ്റുന്ന നിങ്ങൾക്കാണ്. അപ്പോൾ അതല്ല ഞാൻ ചോദിച്ചത്, അവിടെ അങ്ങ് പോയ സ്ഥിതിക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ പോലെയാണല്ലോ അവിടെ ഒരു ഫീഡ്ബാക്ക്, നിങ്ങളുടെ കാൽക്കുലേഷനൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അല്ല, ഗ്രൗണ്ടില് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കും. ഇന്നലെ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞല്ലോ, നിയുക്ത മുഖ്യമന്ത്രിയാണ് തേജസ്. ഒരു ചെറുപ്പക്കാരൻ മുഖ്യമന്ത്രിയാവാൻ പോകുന്നു. 200 സീറ്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കേൾക്കുന്നവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ 180-നും 200-നും ഇടയിൽ സീറ്റ്
ഇവിടെ ഇന്ത്യ മുന്നണി പിടിക്കും. അതിന്റെ ഒരു ജനം നമ്മൾ 5 ലക്ഷം ആളുകൾ, അതായത് രാവിലെ 11 മണിക്ക് തുടങ്ങിയ റോഡ് ഷോ തീർന്നത് 1:50, അതായത് 4 കിലോമീറ്ററേ ഉള്ളൂ യാത്ര. പക്ഷെ ആ 4 കിലോമീറ്ററുള്ള യാത്രയിൽ ഞാൻ ആ യാത്രയിൽ MP-മാരോടും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളോടും ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ബീഹാറിന്റെ ചരിത്രത്തിൽ ചരിത്ര ലിപികളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. രാഹുൽജിയും തേജസ് യാദവും ഒക്കെ നയിച്ച ഈ യാത്ര, വോട്ടധികാര യാത്ര ഒരു വിജയമാണ്. അത് ബീഹാറിലെ വോട്ടിന് പോസിറ്റീവായിട്ട് വോട്ട്, അതായത് ബദൽ സർക്കാർ ബനായക എന്നാണ് ഇവർ പറയുന്നത്. ബദൽ സർക്കാർ ആയക എന്നാണ് ഞങ്ങളും പറയുന്നത്. ബദൽ സർക്കാർ വന്നേ പറ്റൂ, വരും, ഉറപ്പാണ്. കാരണം BJP വോട്ട് ചോരിയാണല്ലോ നടത്തിയിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ഇന്ന് തന്നെ നിങ്ങളുടെ മാധ്യമത്തിൽ 85 ഈ വോട്ട് ചോരി എന്ന് പറയുകയും ചെയ്യാം. അപ്പൊ അടുത്ത തവണയും വോട്ട് ചോരി ഉണ്ടാവില്ലേ? അല്ല, അത് പോവാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം, ജനങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു എന്താണ് നമ്മൾ ഒരു ബോധം, നല്ലൊരു ബോധം നൽകിയിട്ടുണ്ട്. ആ ബോധം നൽകാൻ വേണ്ടിയാണ്. എന്നിട്ടും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ലേ 85 ലക്ഷം വോട്ടുകൾ ചേർക്കാൻ പറ്റത്തില്ല, അത് വെട്ടിക്കളഞ്ഞേ പറ്റൂ. പക്ഷെ അത് ശരിയായ ഒരു ജനാധിപത്യമല്ല. ഇത് എന്താണ്, ഇത് ഇലക്ഷൻ കമ്മീഷനല്ല, BJP കമ്മീഷനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ. അത് തന്നെ ഇവിടെ ജനങ്ങൾ മൊത്തം പറയുന്നത്. പറഞ്ഞു നമുക്ക് രാഹുലിന്റെ വിഷയത്തിലോട്ടൊന്ന് ഞാനിങ്ങനെ ഇട്ടപ്പോഴാണ് നിങ്ങൾ രാഹുലിന്റെ വിഷയം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം മനു, രാഹുലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കാവുന്ന ഏറ്റവും ഉചിതമായ നടപടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൃത്യമായി അറിയാം, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തിനെ പുറത്താക്കി. CPM-ന്റെ ആദ്യം കടകംപള്ളി സുരേന്ദ്രനെയും മുകേഷിനെയും പിന്നെ ഇപ്പോൾ 2 മന്ത്രിമാരെയൊക്കെ പുറത്താക്കിയിട്ട് വന്നാൽ നമുക്ക് രാഹുലിന്റെ കാര്യം UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസും AICC-യും KPCC-യും ഒക്കെ ആലോചിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും CPM-കാർക്കോ BJP-കാർക്കോ രാഹുലിനെ പുറത്താക്കണമെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെതിരെ ഒരാള് പോലും ഒരു പരാതി ഇതുവരെ കൊടുത്തിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പരാതിക്കാരുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന അവർ രാഷ്ട്രീയ വിരോധം വെച്ച് ഇപ്പൊ ആരാണ് പരാതിക്കാരെന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ രാഹുലിനെ ഒരിക്കലും പുറത്താക്കിയതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഒരു ഷോക്ക് ഹൗസ് കൊടുക്കാമായിരുന്നു. ഏതെങ്കിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ, കോടതി വിധി വന്നിട്ട് പോലും CPM പുറത്താക്കാതിരിക്കുന്നുണ്ട്. ആ CPM-ന് സ്ഥിരം വാദം തന്നെ അവര് ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ ചെയ്യാം എന്ന പൊതുവാദം തന്നെ. ഓക്കെ, അത് വ്യക്തമാണ്. കോൺഗ്രസ് ചെയ്തു മനു. ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കിയിട്ട് പിന്നെ അയാള് തെറ്റുകാരനല്ലെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ത് കാര്യം? നിങ്ങൾ എന്തെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം ഇയാൾ തെറ്റുകാരനാണെന്ന് പറയണം, അല്ലെങ്കിൽ CPM പറഞ്ഞതുപോലെ ഇത് തീവ്രത കുറഞ്ഞ പീഡനമാണ്, ഇതിൽ തെറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് തെറ്റുകാരനാണെന്ന് പറയുകയും പിന്നെ പറയുന്നത് ഞങ്ങൾ അവർ രാജിവെക്കട്ടെ, അവർ ചെയ്യട്ടെ എന്നൊക്കെ ഏതെങ്കിലും ഒന്നല്ലേ പറയേണ്ടത്? അല്ല, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ 2 ദിവസം ഈ രാഹുൽ മാങ്കൂട്ടൻ എന്ന ചെറുപ്പക്കാരനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അറാസ് ചെയ്ത് കാണുന്ന ന്യൂസുകളെല്ലാം കൊടുത്ത് അവനിക്ക് അമ്മയും പെങ്ങളും വീട്ടുകാരും ഒക്കെ ഇല്ല. ആരെങ്കിലും തെളിവായിട്ട് വരട്ടെന്ന്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഞങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെളിവായി വന്നതുകൊണ്ടായിരിക്കും അല്ലേ? തെളിവ് കൊടുത്തതുകൊണ്ടല്ലേ വന്നത്. നിങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക? ഒരു MLA-ക്കെതിരെ ഒരു ട്രാൻസ്ജെൻഡർ യുവതി വന്ന് ഇങ്ങനെ പരാതിയായിട്ട് പറയുമ്പോൾ വാർത്ത കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അവരുടെ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട് എന്നത് വാസ്തവവും സത്യവും. അവരിതിൽ കുറ്റവാളികളല്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഒരുക്കാതിരിക്കാൻ അവരും കൂടി ഒരു ചെറിയ മുൻകൈ എടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ നാട്ടിലൊരു നിയമം വേണ്ടേ? നിങ്ങൾ അന്ന് ഞാൻ പറഞ്ഞ മാധ്യമ വിചാരണ ചെയ്യരുത് പ്ലീസ്. ഈ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരു പരാതിക്കാരി വരട്ടെ, അവരെ മൊഴിയെടുക്കട്ടെ. ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ ഇഷ്ടമായിരുന്ന സമയത്ത് അവർ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യുമ്പോൾ അവര് പല രഹസ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഞാൻ അതിലെ ഏതായാലും പരാതിക്കാരി പുറത്തു വരാത്തതുകൊണ്ട് ഞാൻ അതിനെ പറ്റി പറയുന്നില്ല. പക്ഷെ വന്ന പരാതികളെ സംബന്ധിച്ചാണ് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ചെയ്യാൻ കഴിയും. അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിച്ചോട്ടെ, ആ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും സഹോദരിക്കും വേദനിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അത് അവരുടെ അമ്മയെയും സഹോദരിയെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആ മകന് കഴിഞ്ഞിരിക്കണം. ഞാൻ തെറ്റ് ചെയ്യാതെ നിരപരാധിയായ ഒരാളെയായി എന്നെ എത്ര വലിയ കോടതി ശിക്ഷിച്ചാലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്ന് ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ അതാണ് വിശ്വസിക്കുക. അതിൽ പിന്നെ അമ്മയ്ക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. അതേസമയം തെറ്റുകാരനായി നിൽക്കേണ്ടി വന്നാൽ ഒരുപക്ഷെ എൻ്റെ അമ്മയും മറ്റെല്ലാ അമ്മമാരെ പോലെ
തകർന്നു പോകും. അത്രയും. ഓക്കെ, ഏതായാലും സമയമില്ല. സന്തോഷ് വെള്ളരിക്കുണ്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ 2 സന്തോഷമാണ്, ചെറുവത്തൂരിലെയും വെള്ളരിക്കുണ്ടിലെയും. ചെറുവത്തൂരിലെ സന്തോഷമൊന്നും വിളിച്ചിട്ടില്ല, പക്ഷേ വെള്ളരിക്കുണ്ടിൽ സന്തോഷമൊന്നുണ്ട്. സന്തോഷേ. ഹലോ, നമസ്കാരം. നമ്മളിപ്പോ ഈ വിഷയം ഒരു 8 പ്രാവശ്യമായി ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. ഇത് ഒരു വല്ലാതെ ഒരു കേൾക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്താ ഒരു MLA-ക്കെതിരെ ഇന്നൊരു ക്രൈം ബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായ ചർച്ചയാവില്ല. അതിൽ ഇത്ര ബുദ്ധിമുട്ടായിരിക്കുന്നത് അല്ല, ഇത് സ്ഥിരം ഇത് തന്നെ വെക്കുന്നതിലും നല്ലത് എന്റെ അഭിപ്രായത്തില് നമ്മള് സാധാരണക്കാരുടെ വിഷയങ്ങൾ, അതായത് കേരളത്തിലെ റോഡ് അപകടങ്ങള്, ആത്മഹത്യകൾ, ഇത്തരം കുറേ വിഷയങ്ങൾ കുറേ ഉണ്ട്. റോഡ് അപകടങ്ങളുടെ വിഷയമൊക്കെ ഞങ്ങൾ നല്ലോണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ എല്ലാ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു അങ്ങേ വേദനിപ്പിക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്കിത് പക്ഷേ നിർവാഹമില്ല. നമുക്കൊരു MLA എന്ന് പറയുന്നത് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. അങ്ങനെ 140 പേരുണ്ട്. ഇവരൊക്കെ ഈ നാട് തിരഞ്ഞെടുക്കുന്നത് നല്ല രീതിയിൽ നല്ല വിശ്വാസത്തോടെ നമ്മൾ അവരെ വലിയ ഉറ്റുനോക്കിക്കൊണ്ടാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രചരണവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കൊടുത്തിരുന്നല്ലോ. അപ്പം നിങ്ങൾക്ക് ബോറടിച്ചില്ലേ? അപ്പോൾ ഇതുപോലെയൊക്കെ വരുമ്പോൾ ചിലത് സന്തോഷേ. അപ്പോൾ അങ്ങ് ഒന്ന് ദയവായി ക്ഷമിക്കണം. ഓക്കെ, തങ്ക വിശ്വാസ് എന്നോടൊപ്പം ചേരുന്നു. തങ്ക വിശ്വാസ്, കേൾക്കാമോ? ഹലോ. തങ്ക വിശ്വാസാണോ? അതെ. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ പാലക്കാട് എവിടെയാണ് ഈ തങ്ക വിശ്വാസിൻ്റെ വീട്? എവിടെയാ? പാലക്കാട് ടൗണില്. ക്ലിയർ അല്ല, ഒന്നും കൂടി പറഞ്ഞേ. പാലക്കാട് ടൗണില്. ടൗണിലെവിടെ? ടൗണിലെവിടെയാ? ടി വിയിൽ ശ്രദ്ധിക്കുക. അങ്ങനെ ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണോ? ടെലിഫോണിൽ എന്നോട് സംസാരിക്കും. ശ്രീ തങ്ക, ഓക്കെ, എനിക്ക് ടെലിഫോണിൽ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഒരു ഷോർട്ട് ബ്രേക്ക്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. ഷിജു ലേശം വൈകിയാണെന്ന് പൊതുവേദിക്കൊപ്പം ചേർന്നത് എന്ന് പറയുന്നു. അപ്പോൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അത് ഷിജുവിനെ വലിയ സന്തോഷിപ്പിച്ചത് നമ്മുടെ വള്ളംകളി സമയത്ത് വിനോദ് എന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമപ്രവർത്തകൻ, ന്യൂസ് 18 പ്രതിനിധി, അവിടെ വള്ളംകളി റിപ്പോർട്ട് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ നമ്മുടെ പൊതുവേദിയുടെ ചില പ്രേക്ഷകരെ അവിടെ കണ്ടു. അതിൽ ഒന്ന് കൃഷ്ണ എന്ന ഒരു നമ്മുടെ ഒരു പ്രേക്ഷകയാണ്. അപ്പോൾ അവർ ഓടി വിനോദിൻ്റെ അടുത്തേക്ക് വരികയും അവർ സംസാരിക്കുകയും ഈ പൊതുവേദിയിൽ സ്ഥിരം വിളിക്കാറുണ്ടെന്ന കാര്യമൊക്കെ വിനോദുമായി പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ഇറ്റ് വാസ് എ പ്ലഷർ ടു മീറ്റ് കൃഷ്ണേച്ചി ഡ്യൂറിങ് വള്ളംകളി ടെലികാസ്റ്റ്. താങ്ക്സ് ടു അവർ ന്യൂസ് 18 ടീം, ക്യാമറ ടീം ആൻഡ് റിപ്പോർട്ടേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ VV വിനോദ് എന്ന ഇവിടുത്തെ ഒരു ഘടാഘടിയനായ ഒരു റിപ്പോർട്ടറാണ് ഞങ്ങൾ വള്ളംകളിക്ക് ഇവിടുന്ന് അയച്ചത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന ആളുകളെല്ലാം പലരുടെയും പ്രതികരണങ്ങളും ഒക്കെ എടുത്ത് അവിടെ വലിയ വാശിയോടുകൂടി മത്സരം റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലാണ് ശ്രീമതി കൃഷ്ണയെ കണ്ടത്. അപ്പോൾ ഉടനെ തന്നെ അവരെ നമ്മുടെ ലൈവിലേക്ക് കൊണ്ടുവരികയും അവർ ഇവിടെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതാണിപ്പോൾ ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വേറെ എന്നോട് പറയുന്ന ഈ പ്രവീണ ചേച്ചിയെ കാണിക്കണം എന്ന് പറയുന്നതിനോട് ഞാൻ പ്രവീണോട് പറഞ്ഞു, പ്രവീണ അത് കേൾക്കുന്നുണ്ടല്ലോ, ഒരു ദിവസം പൊതുവേദി പ്രേക്ഷകർ കാണാം. അപ്പോൾ പ്രവീണ നാണിച്ചിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഞാൻ നിർബന്ധിക്കുന്നുണ്ട്, ഒരു ദിവസം നമുക്ക് വരാം. സാധാരണ പ്രവീണ PCR-ൽ വലിയ ഗർജിക്കുന്ന ഒരു സിംഹമാണ്, പക്ഷേ ഇവിടെ എത്തുമ്പോൾ ഒരു നാണം വരാൻ എന്നാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ നമ്മുടെ രാഹുൽ ദേവസ്വം പ്രസിഡന്റ് വാർത്താ സമ്മേളനം കാണിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ കാണുന്നു. ശ്രീ ഷാജി കൊല്ലത്താണ് വിളിക്കുന്നത് അല്ലേ? യെസ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. ഷാജി എന്ന് പറഞ്ഞ് 2-3 പേരുള്ളതുകൊണ്ട് കൊല്ലം എന്ന് കേട്ടപ്പോൾ അങ്ങയുടെ കൃത്യ സ്ഥലം എവിടെയാണ്? ഏതാ? കിളികല്ലൂർ. കിളികല്ലൂർ. ഓക്കെ. കാരണം ഈ ഷാജിന്ന് 2-3 പ്രേക്ഷകർ നമുക്കുള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. അങ്ങ് ശബ്ദം കേട്ടാൽ എനിക്കറിയും. ശബ്ദമാണ് എൻ്റെ ഒരു മനസ്സിലാക്കാനുള്ള ഒരു സവിശേഷത. പിന്നെ സമയമില്ല, എളുപ്പം ഞാൻ രണ്ട് വാചകം പറഞ്ഞ് നിർത്തിയേക്കാം. അപ്പോൾ ഇതിപ്പോ ചില രാഹുൽ മാങ്കൂട്ടം സപ്പോർട്ടേഴ്സിന്റെയും കോൺഗ്രസിന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒക്കെ സംസാരങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാല് ഈ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ 2-3 യൂത്ത് കോൺഗ്രസ്
സ്ത്രീകളായിട്ടുള്ളവരങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ പീഡിപ്പിച്ച് അദ്ദേഹത്തെ ഗർഭിണിയാക്കി എന്നുള്ള രീതിയിലാണ് സംസാരം പോകുന്നത്. വളരെ കഷ്ടമാണ്. ഇനി അവര് ദയവ് ചെയ്ത് നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞതുപോലെ KC വേണുഗോപാലിന്റെ ഭാര്യയും ഷാനിമോൾ ഉസ്മാനിയും അതുപോലുള്ള ഉമാ തോമസിനെയൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം ഇനിയെങ്കിലും. അതോടൊപ്പം തന്നെ പറയാനുള്ള ഈ പുട്ടിന് പീരയിടുന്ന പോലെ ഈ സോളാർ കേസ് ഇടയ്ക്കിടയ്ക്ക് എടുത്തിരുന്നുണ്ട്. സോളാർ കേസ് ആരാ കൊണ്ടുവന്നത്? മല്ലയല്ലി ശ്രീധരൻ നായർ എന്ന് പറയുന്ന KPCC മെമ്പറും ബാബു പ്രസാദ് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയുടെ ഉറ്റ അനുയായി മുൻ ആലപ്പുഴ DCC പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ അമ്മാവനും കൂടെയാണ്. അവര് കൊണ്ടുവന്ന ഒരു വിഷയം അവരുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പറയാൻ പാടില്ലാത്ത തരത്തിലൊക്കെ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവര് തന്നെ പറഞ്ഞു വരുത്തിയ പ്രതിപക്ഷ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ ഏറ്റെടുക്കത്തില്ലയോ? അത് തെറ്റാണോ? അതല്ലേ യഥാർത്ഥത്തിൽ നടന്നത്? ഈ ഇടതുപക്ഷമാണോ ഇത് കൊണ്ടുവന്നത്, സോളാർ വിഷയം കൊണ്ടുവന്നത്? ഈ ജോപ്പനെ പിടിച്ച് അകത്താക്കിയതിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ വാർഷിക ആഘോഷത്തില് ഓർമ്മ ദിനത്തില് വളരെ കരഞ്ഞുകൊണ്ട് അവര് പ്രസംഗിക്കുന്നുണ്ടല്ലോ. എന്തേ അതിനൊന്നും മറുപടി പറയാത്തത്? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇനിയിപ്പോ അവരിനി എത്ര മെഴുകിയാലും ഇത് മായ്ക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ധിക്കാരിയായ രാഷ്ട്രീയക്കാരൻ, യാതൊരു മാന്യതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ, ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത രാഷ്ട്രീയക്കാരൻ, സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം അയാൾ എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. ഈ യൂത്ത് കോൺഗ്രസുമായിട്ട് ചേർന്ന് നിന്ന വനിതകൾ തന്നെ ആയിരുന്നല്ലോ ഇത്, അല്ല DYFIക്കാരൊന്നും അല്ലല്ലോ വന്നത് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതിന് മറുപടി കണ്ടെത്തട്ടെ. അതാണ്ട് വീണ്ടും വീണ്ടും പല പല വാർത്തകളും പല മാധ്യമ പ്രവർത്തകരും അവരെ പോയി കാണുകയും അവരെ ഗർഭചിത്രം നടത്തി എന്നുള്ളതാണ് പുതിയതായിട്ടുള്ള വാർത്ത. അത് കേസ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ ഇനി എന്താണ് തെളിയിക്കാനുള്ളത്? ഇനി എന്ത് തെളിയിക്കാനായിട്ടാണ് ഉള്ളത്? എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാത്തത്? വെറുതെ വന്നിരുന്ന് ഈ ഇടതുപക്ഷത്തിന്റെ മേലിലോട്ട് മെക്കിട്ട് കയറുന്ന എന്തിനാ? ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അത് കൃത്യവുമാണ്. ശ്രീ ഷാജി ഇടയ്ക്ക് കൂടുതലും നമുക്ക് കമൻറ്റിലാണ് വരാറുള്ളത്. അദ്ദേഹം വിളിച്ചു, വളരെ സന്തോഷം. ചില സമയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നത് ടെലിഫോണിലും ബാക്കി സമയങ്ങളിൽ യൂട്യൂബിലുമാണ്. ഓക്കെ, അപ്പോൾ എന്നോട് ചിലരൊക്കെ വീണ്ടും ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ചേർന്നിട്ടുണ്ട്. അരുന്ധതി കോലംപറമ്പത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സെബാസ്റ്റ്യൻ CA എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഷിജു പറയുന്നത് VV അരുൺ ഒരു ജമ്മാണെന്നാണ്. അതായത് മാധ്യമപ്രവർത്തകർക്കിടയിൽ ഒരു മാണിക്യമാണ് VV വിനോദ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു പ്രതികരണങ്ങളാണ്. അപ്പോൾ അതൊക്കെ വിനോദ് എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ വർഗീസ് പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വർഗീസ്. ഹലോ. എനിക്ക് പറയാനുള്ള വിവരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസും മറ്റുള്ള പീഡന കേസും തമ്മിൽ തുലനം ചെയ്യരുത്. ഇത് വ്യക്തമായ തെളിവ് വിവരമുള്ള എല്ലാവർക്കും മനസ്സിലായി രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനായി ഇതിനകത്ത് പീഡന കേസിൽ പ്രതിയായി വരുമെന്ന് ഈ എല്ലാ വിവരമുള്ളവർക്കും മനസ്സിലായി. മഹാപുരുഷൻ കോൺഗ്രസുകാർക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം പീഡനം നടത്തിയെന്നുള്ളതൊന്നും അല്ല അവരെ സംബന്ധിച്ച വിഷയം. അവർക്ക് എല്ലാ നയങ്ങളും അവരുടെ എല്ലാ പരിപാടികളും ഈ അധികാരത്തിൽ വരിക എന്നുള്ളത് മാത്രമായിട്ട് ഞാൻ തീർച്ചയായിട്ടും ദോഷാനുഭവി തന്നെയാണ്. അപ്പൊ അവർക്ക് ആകെ ഒരു ചിന്ത അടുത്ത പ്രാവശ്യം അധിക പഞ്ചായത്തിലും അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ചിന്ത LDF-ന്. അതിലപ്പുറത്ത് അവർക്ക് ഇപ്പോൾ യാതൊരു അജണ്ട ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം നെർവോസം പീഡിപ്പിച്ചാലും അവര് തെറ്റ് സമ്മതിക്കില്ല. കാരണം അവരും ഈ ഇത്തരത്തിൽ UDF ആണോ ഇതിനൊക്കെ കുറച്ച് ചൊവ്വ അവരിലും പലരിലും ഉണ്ട്. അതുകൊണ്ട് അവർ ഇത് തെറ്റായി കാണുന്നില്ല. അതാണ് പ്രത്യേകത. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നവരുടെ കാര്യം മഹാകഷ്ടം. കാരണം ഇത് കോൺഗ്രസ്സുകാർ തന്നെ മഹാഭൂരിപക്ഷവും തെറ്റാണ് പുള്ളി ചെയ്ത്. മറ്റുള്ള വീട്ടിൽ ആരെങ്കിലും ഒരു മുകേഷ് എന്താ പറഞ്ഞ പണ്ടെങ്ങോ 10-15 കൊല്ലം മുമ്പ് ഫോൺ സംഭാഷണമാണ് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ് അതല്ലാണ്ട് ഇതുപോലെ പീഡിപ്പിച്ചതാണോ? ഇത് ഗർഭിണിയാക്കിയതാണോ? എത്രത്തിലാന്നേ ഈ മുകേഷിന്റെ ഏക ദിവസമായിട്ടായി പറഞ്ഞേ. ആ പെണ്ണിന്റെ അങ്ങ് എവിടെയാ? ഈ പാരാതി പറഞ്ഞ പെണ്ണെവിടെയാ? വേറെ കേസിൽ പ്രതിയല്ലേ? അപ്പൊ ഈ എന്തിനാ കേസെടുത്തത്? നിങ്ങളുടെ പോലീസ് തന്നെയല്ലേ കേസെടുത്തത്? എന്തിനാ ജാമ്യത്തിൽ പോയത്? ഈ കോൺഗ്രസ് ഇവിടുത്തെ പോലീസല്ലേ കേസെടുത്തത്? അപ്പൊ
ഈ കേസ് നടത്തിയതേ അല്ല ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ ഒരുപാട് കോൺഗ്രസുകാർക്ക് വിഷമമുണ്ട്. പക്ഷെ ഇനി ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അവര് തീർച്ചയായിട്ടും അന്വേഷിക്കും, സത്യം കണ്ടുപിടിക്കും, മാങ്കൂട്ട അകത്തും. ശരി, വ്യക്തമാണ്. അപ്പൊ ഗിരിജ എന്നൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേരുന്നത് എറണാകുളത്ത് നിന്നാണ്. ശ്രീമതി ഗിരിജ, കേൾക്കാമോ? കേൾക്കാം. ആ, ശ്രീമതി ഗിരിജ ഏത് മേഖലയിൽ പ്രവർത്തിക്കും? വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? വീട്ടമ്മയാണ്. ആ, ഞാൻ ശ്രീമതി ഗിരിജ പൊതുവേദിയിലേക്ക് മുമ്പ് വേറെ സമയങ്ങളിലൊക്കെ പ്രതികരിച്ചു എന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ എനിക്കൊന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? അതോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ, ഓക്കെ. അപ്പോൾ ശ്രീമതി ഗിരിജ ഒരു വീട്ടമ്മയാണല്ലോ. അപ്പോൾ ഈ സാധാരണ അവിടെ പരിസരത്തുള്ള സ്ത്രീകളുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ടാകും. സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ വരുന്നുണ്ടോ സ്ത്രീകളുടെ സംസാരത്തിൽ? അതോ ഇതൊന്നും ഒരു കാര്യമില്ലാത്ത കഴമ്പില്ലാത്തൊരു സംഭവമാണോ എന്നാണോ അവിടുത്തെ ഒരു സാമാന്യ ജനത കരുതുന്നത്? അല്ല, ഇതിൽ കഴമ്പില്ലാന്നോ ഉണ്ടെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ കേസ് കൊടുത്തേക്കുന്ന ആളുകൾ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ മാധ്യമത്തിൽ കൂടിയാണ് നമ്മളിതൊക്കെ അറിയണത്. അപ്പൊ ഇത്രയും ദിവസമായിട്ട് ഈ മാധ്യമങ്ങളിൽ കിടന്നുകൊണ്ട് ഈ കച്ചറ കൂടുക അല്ലാണ്ട് ഒരാൾ പോലും മുന്നോട്ട് വന്നാലല്ലേ നമുക്ക് അത് പ്രതിയാണോന്ന് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരാളെ ചുമ്മാ നമ്മൾ വിളിച്ചിട്ട് ഗിരിജയ്ക്ക് എന്ത് തോന്നുന്നു? ഈ പരാതിക്കാരി വരില്ല എന്നാണ് തോന്നുന്നത്, അതോ അവര് വരാൻ ധൈര്യപ്പെടുമെന്നാണ് തോന്നുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് പുറത്തോട്ട് വരാൻ ഉള്ള മനസ്സിൽ അതിനുള്ള സംഭവം അവിടെ നടന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി ഇപ്പൊ ഇത് വിളിച്ചത്, എനിക്കിപ്പോ ശരിയോ തെറ്റോ എന്തോ ആയിക്കൊള്ളട്ടെ അതിന്റെ അല്ല. ഈ മാധ്യമങ്ങൾ ഒന്ന് ഈ ന്യൂസ് 8 ഇപ്പൊ ഇന്ന് കാലത്ത് മുതൽ തുടങ്ങിയതാ കൂടുതൽ. അതിനു മുമ്പ് ന്യൂസ് 8 അത്രയും കാണാറില്ലായിരുന്നു ഈ റിപ്പോർട്ട് ചാനല്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചെറുപ്പക്കാരനല്ലേ, എന്തിനും ഇങ്ങനെ ഇട്ടുകൊണ്ട് പീഡിപ്പിക്കണേ നിങ്ങൾ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ശ്രീമതി ഗിരി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു MLA-ക്കെതിരെ ക്രൈംബ്രാഞ്ച് വരുന്നു, അന്വേഷണം വരുന്നു, അയാളെ വിളിപ്പിക്കാൻ തീരുമാനിക്കുന്നു, നോട്ടീസ് അയക്കുന്നു, ചില ആളുകൾക്ക് പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള വിവരങ്ങൾ വരുമ്പോൾ ആ വാർത്ത ശ്രീമതി ഗിരിജയ്ക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊടുക്കാതിരുന്നു എന്ന് വിചാരിക്കുക. ഇതേ ആളുകൾ തന്നെ തിരിച്ചെന്ത് പറയും? ഞങ്ങളിത് കാശ് വാങ്ങി ഒളിപ്പിച്ചു എന്നല്ലേ നിങ്ങൾ പിന്നെ പറയാ? അല്ലാതെ കൊടുത്തു 1-2 ദിവസമൊക്കെ കൊടുക്കാം. പിന്നെ നമുക്ക് ആരെങ്കിലും പരാതി പറഞ്ഞിട്ട് അങ്ങനെയല്ല പിന്നീട് ആളുകൾ ഇത് പരാതിയുമായി വന്ന് പോലീസ് അന്വേഷിച്ച് ആള് കുറ്റക്കാരനാണെന്ന് കാണട്ടെ എന്നിട്ട് പറയാം. ഇത് നേരം പല കേസുകളിലും നമ്മൾ ഈ കോടതി വിധിച്ച് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷമല്ല നമ്മൾ ഈ കേസുകളെ പറ്റി പറയുന്നത്. പലപ്പോഴും നമ്മൾ ഇത് ആദ്യം തന്നെ വളരെ ശക്തമായി പിടിക്കുന്നത് അങ്ങനെയല്ലെന്ന്. ഇപ്പൊ പല വലിയ പ്രമാദമായ കേസുകളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമാണോ നമ്മൾ വാർത്ത കൊടുക്കുന്നത്? അതുപോലെ ഈ നാട് ഭരിക്കാനായി ജനസാമാന്യം തെരഞ്ഞെടുത്ത ഒരു ജനക്കൂട്ടം തെരഞ്ഞെടുത്ത സാമാന്യ ജനത തെരഞ്ഞെടുത്ത ഒരു വ്യക്തി, അയാൾക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടാവുകയും അതൊക്കെ ചെയ്യുമ്പോൾ അത് വാർത്തയാകില്ലേ? അത് സ്വാഭാവികമല്ലേ? അത് കൂടുതൽ തവണ ആയിപ്പോയി എങ്കിൽ ഇത് ആളുകളെ കൂടുതൽ ജാഗരൂകരാക്കണം. നിങ്ങൾ ജാഗരൂകരാക്കി ചെറുക്കന്റെ പുക കാണാൻ വേണ്ടിയിട്ടുള്ള കളിയാന്നാ എനിക്ക് തോന്നുന്നത്. അല്ലല്ല, എന്തിനാ ഈ പണിക്ക് പോണത്? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരു മാധ്യമം നമ്മുടെ കൂടുതൽ പോകരുത്. അല്ല, ഒന്നും ചെയ്യാനില്ലെന്ന് നിങ്ങളുടെ പോലീസ് വന്ന ഒരു MLA ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ക്യാമറകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ ഒരു പരാതിക്കാരന്റെ മൊഴിയെടുക്കാൻ ഒരു MLA ആണ് കേസിൽ പ്രതിയാകുന്നത്. ഈ നാട്ടിലെ സാധാരണ കഞ്ചാവ് പിടിക്കുന്നവന്റെ മുന്നിൽ പോലീസ് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാൻ താല്പര്യമുള്ളവരല്ലേ ഇവിടുത്തെ നാട്ടുകാർ? അപ്പൊ ഒരു MLA പ്രതിയാകുമ്പോൾ ഈ ജനത അറിയണ്ടേ? അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മനുഷ്യന് ശരിയാണോ തെറ്റാണോ അത് എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരണ്ടേ? ഇത് മറച്ചു വെക്കണം എന്ന് പറയുന്നത് എന്ത് മാന്യതയാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലാണ് ഇതുപോലെ ഒരു അക്രമം നടന്നിട്ട് ആ കേസിലെ പ്രതിയായ വരുന്ന ഒരാളാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ പറയുകയാണ്, ആ കോടതി തീരുമാനിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ വാർത്ത കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കില്ല. അതാണ് പ്രശ്നം. അവനവന്റെ നെഞ്ചത്ത് വരുമ്പോഴേ ഇതിന് യാഥാർത്ഥ്യം മനസ്സിലാവും. മറ്റുള്ളവരാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട എന്ന് പറയും. അപ്പോൾ ഓരോ ദിവസവും കേസിൽ ഓരോ ഡെവലപ്മെന്റ് ഉണ്ടാകുമ്പോൾ ആ കേസിലെ ഡെവലപ്മെന്റ് വാർത്തയാകും. അത് സ്വാഭാവികമാണെന്നേ. നാളെ ഈ കേസിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചാൽ വാർത്തയാകും. ഇതേ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് മറുഭാഷത്തെ ആളുകൾ ഉണ്ടായപ്പോൾ ചോദിച്ചില്ല? ആയിക്കോട്ടെ, നീ 3 വർഷം വരെ എവിടെയായിരുന്നു ഇവര്? അത് കേൾക്കട്ടെ. 3 വർഷം വരെ എവിടെയായിരുന്നു? ഞാൻ ചോദിക്കുന്നത് 3 വർഷം വരെ ഒരു ആൾക്ക് പരാതി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കും. ആ കേസ് അതോടുകൂടി തേച്ചു മാച്ച് കളയണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വേണ്ട, കേസ് കൊടുക്കണം.
കേട്ടേന്നേ. അപ്പോൾ അതാണ് ഒരു പ്രതിയായി വന്നിരിക്കുന്നത് MLA ആണ്. MLA സ്ഥാനാർത്ഥിയായ ഒരാൾ പ്രതിയാകുമ്പോൾ ആ കേസ് വരൂലേ? പോലീസ് അത് അന്വേഷിക്കുമ്പോൾ, പ്രത്യേക അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതിൽ ഒരാൾക്ക് നോട്ടീസ് കൈപ്പറ്റുമ്പോൾ, അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതെല്ലാ ദിവസവും വാർത്തയാകും. അങ്ങനെ വാർത്തയായതല്ലേ മുകേഷ്, അങ്ങനെ വാർത്തയായതല്ലേ വിൻസെന്റ്, അങ്ങനെ വാർത്തയായതല്ലേ P. ശശി, അങ്ങനെ വാർത്തയായവരെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ നല്ല പരിപാടി എന്താണെന്നറിയാമോ? ഇതിലേക്കൊന്നും പെടാതെ സൂക്ഷിക്കുക എന്നതേ ഉള്ളൂ. തെറ്റുകാരനാണോന്ന് എനിക്കറിയില്ല, പക്ഷെ പെടാതെ സൂക്ഷിക്കുക. അത് അപ്പം നിങ്ങളിപ്പോൾ ഇതേ ചോദ്യം കുറ്റക്കാരനാണെന്ന് കണ്ടെത്താതെ ഒരാളെ പോലീസ് വിളിച്ച് അറസ്റ്റ് ചെയ്യുന്നില്ലേ? ജയിലിൽ ജാമ്യത്തിൽ ചിലപ്പോൾ റദ്ദാക്കുന്നില്ലേ? ജയിലിൽ കിടക്കേണ്ടി വരുന്നില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ വേദനിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമ്മതിക്കാറുണ്ടോ? അതൊരു നിയമ നടപടി എന്നൊരു പ്രക്രിയയാണ്. അതൊരു പരാതി വന്നാൽ അതിൽ അന്വേഷണം ഉണ്ടാകും, അറസ്റ്റ് ഉണ്ടാകും, അറസ്റ്റ് കോടതിയിൽ പോകും, ജയിലിൽ കിടക്കേണ്ടി വരും. ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ കോടതി കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിടും. അപ്പൊ ഇതൊക്കെ എന്തായെന്ന് ചോദിച്ചാൽ അത് നീതിയുടെ ഒരു രീതിയാണ്. അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുമതിൽ. ഒരാളെ ഞങ്ങൾ ആരും പിന്നെ കരുതിക്കൂട്ടി കോൺഗ്രസിൽ എത്രയോ MLA മാരില്ലേ, അവരെല്ലാം ഞങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയാണോ? അങ്ങനെയൊക്കെ അത് വരുമെന്നേ അങ്ങ് ഈ ശ്രീമതി ഗിരിജ വിചാരിക്കുന്നതിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായി. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റി ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വിഷമം ഉണ്ടാക്കും. പക്ഷെ ആ ഇഷ്ടപ്പെട്ട ആളോട് ഒരു കാര്യം പറയാനേ പറ്റൂ, ഇതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതൊരു വിധിയാണ്, എന്ത് ചെയ്യാൻ കഴിയും? വാർത്ത കൊടുക്കാതിരുന്നാൽ ഇതേ നിങ്ങൾ തന്നെ പറയും, ഈ ന്യൂസ് 18 പൈസ വാങ്ങിച്ച്, രാഹുലിൻ്റെ പൈസ വാങ്ങിച്ച് ഈ വാർത്ത കൊടുത്തില്ല. ഇങ്ങനെ ഒരു MLAക്കെതിരെ ഒരു അന്വേഷണം ഉണ്ടായപ്പോൾ, ഒരു ക്രൈം ബ്രാഞ്ച് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചപ്പോൾ, അതിൽ പലതരത്തിലുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തിയപ്പോൾ അതെല്ലാം മറച്ചു പിടിച്ച് നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ടാണെന്ന് ചെയ്ത് എന്ന് നിങ്ങളെപ്പോലുള്ളവർ തന്നെ നാളെ ചോദിക്കൂലേ? ഒരിക്കലുമില്ല. എത്ര കാര്യങ്ങളിൽ വാർത്ത കൊടുത്തില്ലെന്ന് പറഞ്ഞ് കൊടുത്ത വാർത്തയെ പറ്റി തന്നെ ആളുകൾ ചോദിച്ചിരിക്കുന്നു ഈ പൊതുവേദിയിൽ തന്നെ. ഏതായാലും അങ്ങ് ശ്രീമതി ഗിരിജ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. വിളിച്ചതിൽ എനിക്ക് സന്തോഷം, അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിലും സന്തോഷം. ഏതായാലും നോക്കാം, നമുക്ക് നിരപരാധിത്വം തെളിയിച്ചിട്ട് ശ്രീമതി ഗിരിജയെ കാണുന്നത് പോലെ രാഹുൽ മാക്കൂട്ടത്തിൽ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വന്നാൽ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ശരി. ഏതായാലും ഹാപ്പി ഓണം കേട്ടോ. എനിക്ക് ശ്രീമതി ഗിരിജയോട് പ്രത്യേകിച്ച് വ്യക്തിപരമായ വിദ്വേഷമൊന്നുമില്ല. ഓക്കെ, ശ്രീ റെജി എറണാകുളത്ത് നിന്ന് എന്നോട് ഇപ്പം ചേരുന്നു. ശ്രീ റെജി, ഓക്കെ. യെസ്, അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. ഷാജി ഭാസ്കരൻ എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. കോൺഗ്രസിനെ രക്ഷിക്കാനാകുമോ രാഹുൽ മാക്കൂട്ടത്തിലെ എന്ന ചോദ്യമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചത്. അതിൽ പക്ഷേ വലിയ ശതമാനം ആളുകൾക്ക് രാഹുലിനെ രക്ഷിക്കാനാകും എന്ന നിലപാടാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. 72% ആളുകൾക്ക് കോൺഗ്രസ് രക്ഷിക്കാനാകും എന്ന് പറയും. ഏതായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. സുനിമോളൊക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ഷാജി ഭാസ്കർ ചേർന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഓണാഘോഷ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്കും എല്ലാവർക്കും ഓണാശംസകൾ ഞാൻ നേരുകയാണ്. അപ്പോൾ ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.